പ്രവാസി ഈ വയനാട് കുടുംബശ്രീ പദ്ധതിയിൽ 36 ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നതായി പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? വയനാട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സ്കീം, വൻധൻ വികാസ് യോജന. അപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്കീം എടുക്കുകയാണെങ്കിൽ ഓരോ വിഭാഗത്തിന് യൂത്തിന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രത്യേക സ്കീമാണ്. അതിൻ്റെ ഭാഗം ഫിറ്റ് ഇന്ത്യ സ്കീം, അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. അപ്പം അതിൽപ്പെട്ട ഒരു സ്കീമാണ് ഈ പറഞ്ഞ പോലെ വൻധൻ വികാസ് യോജന. അപ്പം അത് ഈ പറഞ്ഞ പോലെ ട്രൈബൽസ്, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലെ അട്ടപ്പാടി ഏറ്റവും കൂടുതൽ ആദിവാസി ട്രൈബൽസ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ആദിവാസി പോപ്പുലേഷനുള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് വയനാടാണ്. അപ്പോൾ ആ വയനാടിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. വയനാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങോളമുള്ള എല്ലാവിധ ട്രൈബൽസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിലാണ് ഈ കുടുംബശ്രീയുടെ 36 ലക്ഷം രൂപയുടെ തട്ടിപ്പ്, 35-36 ലക്ഷം രൂപയുടെ പദ്ധതി തട്ടിപ്പ് നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ടും 8 കേന്ദ്രങ്ങളിലാണ് ഇതിപ്പോൾ നിലവിൽ നടന്നിട്ടുള്ളത്. അതിൽ CPM-ൻ്റെ എന്താ പറയുക 3ഓളം, ഈ 8 പേരിൽ തന്നെ എന്താ പറയുക 8 കേന്ദ്രങ്ങളായിട്ട് നടന്നിട്ടുള്ളത്. അതിൽ 3ഓളം പേര് CPM-ൻ്റെ പല നേതാക്കന്മാരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരെ പല ആൾക്കാരെയും എന്താ പറയുക ഇതോടെ തന്നെ പിരിച്ചു വിട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, ആദിവാസി മേഖലയിലുള്ള ഈ അവർക്ക് വേണ്ടി കുടുംബശ്രീ നടത്തേണ്ട ഈ കാശ് CPM-ന്റെ ആൾക്കാരുടെയിലേക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത്. അതെ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫണ്ട് പാസ്സാക്കും ഇവർ 8ഓളം കേന്ദ്രങ്ങൾ. അതായത് ഇപ്പം ഒരു കേന്ദ്രമുണ്ട്, ഒരു ഉദാഹരണത്തിന് ഒരു കേന്ദ്രം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫണ്ട് ഉണ്ടാവും. അവരതിൽ പോയിട്ട് ആദിവാസി വിഭാഗങ്ങൾ ഉണ്ടാക്കിയ നെല്ല് അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവും. അവരുടേതായ തനതായ ഉണ്ടാക്കിയ പരിപാടികളും അതേപോലെ തന്നെ കൈത്തറികളൊക്കെ ഉണ്ടാവും. അത് വാങ്ങിക്കുക, അത് വിൽക്കുക, അതുമായി ബന്ധപ്പെട്ട കൃഷിക്ക് വേണ്ട പൈസകൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ട ആയുധങ്ങൾ ഇതൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിലാണ് ഈ പറഞ്ഞ പോലെ അഴിമതി നടന്നത്. അതായത് ഫണ്ട് വരും, ഇവർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ ഇവർ മുക്കും. അപ്പം ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ 8 കേന്ദ്രങ്ങളിലാണ് വയനാട് നടന്നിട്ടുള്ളത്. ഏകദേശം 36 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPM-ൻ്റെ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല CPM-നെ സംബന്ധിച്ചുള്ള ഇതിപ്പോൾ ഒരു തലക്കെന്ന് വലിയ തരത്തിലുള്ള തിരിച്ചടി വരുന്നത്. ഒരു ഭാഗത്ത് CMRL കേസ്, മറുവശത്ത് എക്സാലോജിക്കൽ കേസ്, എന്താ പറയുക കരിമണൽ തട്ടിപ്പ് കേസ്, അതേപോലെ തന്നെ മാസപ്പടി കേസ്, അതുകൂടാതെ ഇപ്പോൾ ED കേസ്, അതുകൂടാതെ ഇപ്പോൾ കരുവന്നൂർ കേസ്. ഇപ്പം CPM-നെ സംബന്ധിച്ചോളം ഒരു തലക്കുന്ന് ഇങ്ങോട്ട് ഒരു കേസുകളുടെ ഒരു എന്താ പറയുക, നമ്മൾ പണ്ട് കൊറോണ ടൈമിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയാണ് ഈ ചെയിൻ എല്ലാം പാടെ കോർത്തൊരു ഗണ്ണ് എന്താ പറയുക വലിയൊരു ഇതായിട്ട് കിടന്നു. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം എവിടെയെങ്കിലും. വയനാട് ദുരന്തത്തിന്റെ സമയത്ത് അരികട്ടയിന് ഒരു കേസ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. വയനാട് അത് വേറെ ഈ പറഞ്ഞ പോലെ എന്താ വയനാട് കേസിൽ തന്നെ സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ ക്യാമ്പിന്റെ ഉള്ളിൽ തന്നെ പൈസ പിരിക്കുന്ന കുറെ പരിപാടികളുണ്ടായിരുന്നു. ഫണ്ട് കൊണ്ടുവന്ന സാധനങ്ങൾ പലതും കാണാനല്ല എന്നുള്ളതും, ജില്ലാ കളക്ടർ അവസാനം ഇനി സാധനങ്ങൾ വേണ്ട, കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഇവിടെ ആവശ്യത്തിലേറെ ഉണ്ട് എന്ന് പറയുന്ന. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 2018 പ്രളയം ഉണ്ടായത്. ആ സമയത്ത് പോലും CPM-ന് പല നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പെട്ട വലിയ വിഷയം ഉണ്ടായിരുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും വലിയ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഒരു വശത്ത് അവരെ നേതാവ് പിണറായി വിജയനും അതേപോലെ MV ഗോവിന്ദൻ്റെയും സംസ്ഥാന സെക്രട്ടറി പദവി പോകുന്നുള്ള തരത്തിലൂടെ നിൽക്കുന്നു. മറുവശത്ത് പിണറായി വിജയനെതിരെ ഇന്നലെ AK ബാലനടക്കമുള്ള നേതാക്കന്മാർ രംഗത്ത് വരുന്നു. പിണറായി വിജയൻ്റെ എതിരെയുള്ള കേസല്ല, വീണ വിജയൻ്റെ കാര്യമാണ്, അതിലൂടെ ഇടപെടേണ്ട. അപ്പോൾ പാർട്ടിക്കുള്ളിലും CPM വലിയ തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. അതിന് കൂടാതെ തന്നെ ഇത്തരത്തിൽ എന്താ പറയുക കരിമണൽ കേസ്, അതിൻ്റെ ഏറ്റവും പുതിയ കേസാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ വൻധൻ വികാസ് യോജനയുമായി ബന്ധപ്പെട്ട കേസ്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഉള്ള കേസുകൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇതിന്റെ ഒരു ഇതിന്റെ ആസ്തി വളരെ കുറവാണ്, 36 ലക്ഷം കോടികൾ. കരുവന്നൂർ കേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 300 കോടിയുടെ, ED ആദ്യം പറഞ്ഞത് 100 കോടിയുടെ എന്നായിരുന്നു, പിന്നീട് പറഞ്ഞത് 300ഓളം കോടി രൂപയുടെ തട്ടിപ്പാണ്. സംബന്ധിച്ചിടത്തോളം ഇതൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. CMRL-ലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ചെറുതാണ്, അതിലും ചെറുതാണ്. കരുവന്നൂർ അതിലും ചെറുതാണ്, വെറും 300 കോടിയേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും 36 ലക്ഷം ഉള്ളൂ. പക്ഷേ അഴിമതി എല്ലായിടത്തും അഴിമതി തന്നെയാണ്, അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. വലുതായാലും ചെറുതായാലും അഴിമതി തന്നെയാണ്. അപ്പം ആ വിഷയത്തിൽ ഇപ്പോൾ CPM ഏതായാലും പെട്ടിരിക്കുന്നത്. അഴിമതി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായാലും വലുതായാലും അഴിമതി തന്നെ, അത് വലിയ മാറ്റമൊന്നുമില്ല. എന്തായാലും CPM-ന്റെ തലക്കുമേൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ ഈ 1000 കോടി ഉള്ള കേസുകളൊന്നും അധികം പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. CMRL കേസിനെ നോക്കിയാൽ മതി. ഇപ്പം ഈ പറഞ്ഞ പോലെ VD സതീശനുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല, രമേശ് ചെന്നിത്തല ഒന്നും പറയുന്നില്ല. അപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും പറയുന്നില്ല. CPM നേതാക്കൾ ഇപ്പം അതിനാകെ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലൊരു മാത്യു കൊയിൽനാടൻ രംഗത്ത് വരുന്നു. അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, ഇപ്പം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ
ഈ കരിമണൽ ബന്ധപ്പെട്ട് ED കേസിൽ മുമ്പോട്ട് വരുന്നത്. ബാക്കി നേതാക്കന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല നേതാക്കന്മാരുടെയും ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചിട്ടത് CMRലും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ പേര് സഹിതം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. PV, KC, CK എന്നൊക്കെ പറഞ്ഞു പല ആൾക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് PV താനല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു PV എന്നല്ലേ ഉള്ളൂ. PV എന്ന് പറഞ്ഞാൽ PV അൻവർ ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്, അങ്ങനെ പലതരത്തിൽ PV നമുക്ക് വേണ്ടതനുസരിച്ച് ഇങ്ങനെ നമുക്ക് മാറ്റി പറയാം അത് ഇന്ന PV ആണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാത്ത പക്ഷത്തോളം. പക്ഷെ ഈ പറഞ്ഞ പോലെ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും CPM നേതാക്കന്മാരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. CMRL ഫണ്ട് കൊടുത്ത് കരിമണലിൽ ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയത്ത് ഫണ്ട് കൊടുത്തില്ല. ലോജിക്കിന് പുള്ളിക്കാരൻ കൊടുത്തതിന്റെ ഇതുണ്ടല്ലോ, ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തത്, വീണ വിജയന് കൊടുത്തതിന്റെ ബാങ്ക് ട്രാൻസ്ഫർ രേഖയുണ്ട്. അതുകൊണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമുള്ളത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയുക, ഷോൺ ജോർജിനും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും അത്ര വലിയ ആത്മാർത്ഥമില്ല. കാരണം അവരൊക്കെ പേരുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ CPM എക്കാലത്തെയും വലിയ പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കേസുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കേസ് വന്നിട്ടുള്ളത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കേസ് വരുമ്പോൾ പാർട്ടി അതിനായിട്ടൊരു പ്രത്യേക ടീം അവർക്കുണ്ട്. എന്തെങ്കിലും നിയമപരമായ വശങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ പോകാനുള്ളത്. അപ്പം ഇനി എങ്ങോട്ട് ആ കോടതിയിലോട്ട് അവർ പോകുന്നുള്ളത്. കാരണം എല്ലാ കേസിലും എന്താ പറയുക, എത്ര കോടതി ഉണ്ടോ ആ കോടതിയിൽ എല്ലായിടത്തും CPM-നെതിരെ കേസുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ടീമിനെ എങ്ങോട്ട് അയക്കുന്നുള്ള വലിയൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങൾ കണ്ടറിയാം CPM ഏത് തരത്തിൽ ഈ സാധനത്തിന് മറികടക്കുന്നുള്ളതും ഈ വിഷയത്തിൽ എന്ത് ന്യായീകരണം പറയുന്നുള്ളതൊക്കെ.